ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയുടെ പരിചരണത്തിൽ രോഹിത്തിന്റെ പനിയൊക്കെ മാറി രോഹിത് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബബിതയും രോഹിത്തും കൃഷ്ണമോളും ഒക്കെ ഇപ്പൊ അലീനയുടെ കൂടെ നിൽക്കുന്നത് കണ്ട് ആകെ സമനില തെറ്റിയ അവസ്ഥയിലാണ് വൈജയന്തി. വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നു കഴിയുമ്പോഴേക്കും രോഹിത്തിന്റെ മുറിയിലേക്ക് ചെന്നെങ്കിലും രോഹിത്തിനെ കുറെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അത് രോഹിത്തിന് വീണ്ടും മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, വൈജയന്തി ആ ദേഷ്യമൊക്കെ ബബിതയോടും കാണിക്കുന്നുണ്ട്. അങ്കിൾമാർ തിരികെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ബബിതയെ രോഹിത്തിനൊക്കെ ഒന്ന് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയെ ഈ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ 4 പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ വൈജി അവിടെ പിടിച്ചു നിർത്താനാകുള്ളൂ. ഇല്ലെങ്കിൽ അവൾ വേറെ വീട്ടിലേക്ക് താമസം മാറും. ഈ കുടുംബം തന്നെ ചെന്നി ചിതറിപ്പോകും. അങ്ങനൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ 3 പേരും അലീനയോടൊപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവർ 3 പേരും അലീനയുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. രോഹിത്തിന്റെയും ബബിതയുടെ മാറ്റമൊക്കെ കാണുമ്പോഴേക്കും ആകെ കലിയിളകിയാണ് വൈജയന്തിക്ക്. വൈജയന്തി കൃഷ്ണമോളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് കൈവശമാടി അവളെ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്? എൻ്റെ മോൻ രോഹിത്തിന് അവളെ കാണുന്നത് പോലും വെറുപ്പായിരുന്നു. ഇപ്പൊ അവളോട് ഭയങ്കര സ്നേഹമാണല്ലോ അവന്. അതുപോലെ ബബിതയ്ക്കും അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാനായിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്തതാ. എൻ്റെ കൂടെ വേറെ വീട്ടിലേക്ക് താമസം വരാൻ ബബിതയായിരുന്നു മുന്നിട്ട് നിന്നത്. എന്നിട്ട് ഇപ്പൊ അവക്കുണ്ടായ മാറ്റം കണ്ടില്ലേ? അവൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അവളുടെ പിന്നാലെ നടന്ന് സേവ ചെയ്തോണ്ടിരിക്കുന്നു. അവളുടെ ആ ഒരു ചേച്ചി വിളി കേൾക്കുമ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞു കയറുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് വൈജയന്തി. ഇതിന് മാത്രം അവൾ എന്ത് പറഞ്ഞാടി നിങ്ങളെ മയക്കുന്നത്? എന്ത് കൈവശം തന്നാടി അവൾ നിങ്ങളെയൊക്കെ ഇങ്ങനെ വശപ്പെടുത്തി എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മേ, ചേച്ചി ആർക്കും ഒരു കൈവശവും കൊടുക്കാറില്ല. ചേച്ചി എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ചെയ്യുന്നത്. ചേച്ചിയുടെ ആ ഒരു സ്നേഹത്തിലാണ് എല്ലാവരും വീണു പോകുന്നത്. അല്ലാതെ അമ്മ പറയുന്ന പോലെ ചേച്ചി ആർക്കും കൈവശം കൊടുത്തിട്ടല്ല എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, അതെ അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം. എൻ്റെ ആങ്ങളമാര്, എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മ, മനു, ഇപ്പൊ എൻ്റെ മക്കളെ പോലും അവൾ മയക്കിയെടുത്തില്ലേ. ഇപ്പൊ എല്ലാവരും അവളുടെ പിന്നാലെയാ. എന്ത് കണ്ടിട്ടാണാവോ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ വൈജയന്തി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. എല്ലാവരും അവളെ സ്നേഹിച്ച് അവളുടെ പിന്നാലെ പോകുന്നതിന്റെ കാരണം എന്താ? എനിക്കതങ്ങോട്ടേക്ക് മനസ്സിലാവുന്നില്ല. ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരി അവളെ ഇത്രമാത്രം സ്നേഹിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? പിഴച്ചവള്, അഹങ്കാരി. ഏതോ ഒരു സ്ത്രീ പിഴച്ചു പറ്റതല്ലേ അവളെ. ആ സ്ത്രീയുടെ സ്വഭാവം ആയിരിക്കും ഇവക്കും കിട്ടിയേക്കുന്നത്. തരം താഴ്ന്ന സ്വഭാവമല്ലേ അവൾ കാണിക്കുള്ളൂ. അവളുടെ തള്ളയുടെ അതേ സ്വഭാവം തന്നെ ആയിരിക്കും അവളും ഈ കാണിക്കുന്നത്. എല്ലാവരും വശപ്പെടുത്തി എടുക്കാൻ അവൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും കൃഷ്ണമോള് പതിയെ പറയുന്നുണ്ട്, ആരെ പിഴച്ചു പറ്റുമെന്നൊക്കെയുള്ളത് ഞങ്ങൾക്കറിയാമെന്ന്. വൈജി ചോദിക്കുന്നുണ്ട്, എന്താടി നീ പറഞ്ഞത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ മുഖത്ത് നോക്കി പറയടി, അല്ലാതെ ഇങ്ങനെ പിറുപുറത്തോണ്ട് നിൽക്കുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, ഒന്നുമില്ല എൻ്റെ അമ്മയെ. ഇതേ സമയത്ത് തന്നെ ബബിത അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. ബബിതയെ കാണുമ്പോഴേക്കും തന്നെ വൈജി പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് പറ്റിയത്? എന്താ നിന്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം? അവളോടൊരു ചെറിയ അടുപ്പ് നിനക്കും ഇപ്പൊ തോന്നി തുടങ്ങിയോ എന്ന് എന്നെ ചോദിക്കുകയാണ് വൈജയന്തി. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ. ഞാൻ വേറെ വീടെടുത്ത് മാറുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നീ ആയിരുന്നല്ലോ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടിപ്പം നിനക്ക് എന്നാ പറ്റി? ഇപ്പൊ നീ എന്താ നിന്റെ തീരുമാനം മാറ്റിയോ? ഇന്ന് നീ എൻ്റെ കൂടെ വരുന്നില്ലേ? അല്ല, അലീനയുടെ പക്ഷം പിടിച്ച് ഓരോന്ന് ചെയ്യുകയും ചേച്ചി എന്ന് പറഞ്ഞാൽ അവളുടെ പിന്നാലെ നടക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുക. അപ്പം ബബിത പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ ആരുടെയും പക്ഷം പിടിച്ചൊന്നും നടന്നില്ല. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്തൊക്കെ പറഞ്ഞാലും അലീനയും അച്ഛൻ്റെ മോള് തന്നെയല്ലേ. നമുക്കൊരു ദോഷം അവൾ ചെയ്യുന്നില്ലല്ലോ. നമ്മളെ സ്നേഹിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത്രയും കാലം അനാഥയെ പോലെ തന്നെ ജീവിച്ചതല്ലേ അമ്മേ. പിന്നെ അവൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു ശല്യമൊന്നും ഇല്ലല്ലോ. അവൾ ഈ വീട്ടിലെ എല്ലാ പണികളും നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുന്നില്ലേ. അത് മാത്രമല്ല, ഇപ്പൊ രോഹിയേട്ടൻ്റെ കാര്യങ്ങളെല്ലാം അവളാണ് നോക്കുന്നത്. എന്ത് കെയറായിട്ടാണ് അവൾ രോഹിയേട്ടനെ നോക്കുന്നത്. ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്. പിന്നെ എന്തിനു ഞാൻ കുറ്റപ്പെടുത്തണം എന്നൊക്കെ ചോദിക്കുകയാണ് ബബിത. ഒന്നുമില്ലെങ്കിലും രോഹിയേട്ടനെ ഇപ്പം നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ, അതിന്റെ കാരണവും അവൾ തന്നെയല്ലേ. അതെങ്കിലും അമ്മയ്ക്കൊന്ന് ചിന്തിച്ചുകൂടെ തന്നെ ചോദിക്കുകയാണ് ബബിത. അപ്പൊ വൈജയന്തി പറയുന്നുണ്ട്, എന്താടി നീ പറഞ്ഞേ? ഇത്രയും നാളും നാശം നശിച്ചവള് പണ്ടാരം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നവളെ ഇപ്പൊ അലീന ചേച്ചി. അവളുടെ ഒരു ചേച്ചി വിളി. നിന്റെ ടോണിൽ തന്നെ നല്ല മാറ്റം ഉണ്ടല്ലോടി. നിനക്കിപ്പോ അവളെ മാത്രം മതി അല്ലേടി? അപ്പൊ ഞാൻ നിങ്ങളുടെ ആരും അല്ലല്ലോ. നിങ്ങളുടെ അച്ഛൻ എന്നെ ചതിച്ചൊന്നും നിങ്ങൾക്ക് അപ്പോൾ ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല അല്ലേ? എന്നിട്ട് കൃഷ്ണമോളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവൾ അവളുടെ അച്ഛൻ്റെ കൂടെയായിരുന്നു. എന്നാലും നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ ഞാൻ ഓർത്തതാ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കൂടെ ആരുമില്ലാന്ന്. നിങ്ങളെല്ലാവരും അയാളുടെ കൂടെയാ എനിക്കിപ്പം മനസ്സിലായെന്ന് പറയുകയാണ്. അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. ആരെ ചതിച്ചോ നോക്കിയുള്ളത് കാലം തെളിയിക്കും. അതിനെക്കുറിച്ചൊന്നും ഇപ്പം അമ്മ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് അമ്മയ്ക്ക് നല്ലത്. അപ്പോൾ വൈജി ചോദിക്കുന്നുണ്ട്, എന്താ നീ ഉദ്ദേശിച്ചത്? മുള്ളും മുനയും വെച്ചാണല്ലോ നീ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി തുറന്നു പറയണം. അല്ലാതെ ഇങ്ങനെ മുള്ളും മുനയും വെച്ച് സംസാരിക്കുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് അമ്മയോട് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല.
അമ്മയൊന്ന് മാറി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ വീട്ടിലുള്ളൂ. അതിനിങ്ങനെ ഊതിപ്പെരുപ്പിച്ച് കാണേണ്ട കാര്യവുമില്ല. നേരത്തെ ഭവിതേച്ചും രോഹിയേട്ടനും ഒക്കെ അമ്മയുടെ കൂടെ വരാൻ റെഡിയായി ഇരുന്നതല്ലേ. എന്നിട്ടിപ്പോൾ അവർ തന്നെ മാറി ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് മലീന ചേച്ചിയുടെ സ്നേഹം സത്യമുള്ളതാണെന്ന് മനസ്സിലായി. എല്ലാവരും അമ്മയെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോഴെങ്കിലും അമ്മയ്ക്ക് മാറി ചിന്തിച്ചൂടെ? അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും എന്നുള്ളത് അമ്മ തന്നെ അങ്ങ് ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. ഒരാളുടെ പിന്നാലെ എല്ലാവരും പോവുകയും ഒരാളെ പാടെ വെറുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നും ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് മനസ്സിലായിട്ടല്ലേ? അത് അമ്മയ്ക്കൊന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. സാധാരണ കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ അത് മനസ്സിലാവുമെന്ന് പറയുകയാണ് കൃഷ്ണമോള്. വൈജി ഉടനെ കൃഷ്ണമോളുടെ നേരെ ചൂടായിക്കൊണ്ട് പറയുന്നുണ്ട്, നീ ആരോടാടി ഇതൊക്കെ പറയുന്നത്? ഞാൻ നിന്റെ സ്വന്തം പെറ്റതള്ളയാ. ആ ഓർമ്മ നിനക്ക് വേണമെന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ഒന്ന് സ്വയമായിട്ട് ഇരുന്ന് ചിന്തിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കൃഷ്ണമോൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ബബിതയും പറയുന്നുണ്ട്, അതേ അമ്മേ, അവൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അമ്മ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ നോക്ക്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെറുതെ ബി കൂട്ടാൻ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ബബിത അവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങിയാണ് കേട്ടോ. ഞാൻ പോയി എൻ്റെ പണി നോക്കട്ടെ എന്നും പറഞ്ഞ് ബബിത പോകാൻ ഒരുങ്ങുമ്പോഴേക്കും വൈജു ചോദിക്കുന്നുണ്ട്, നീ ഇത് എവിടെ പോവാന്ന്? ഞാൻ പോയി എന്തെങ്കിലും പഠിക്കാൻ പോവാന്ന് പറയുമ്പോഴേക്കും, ഓഹോ, നിനക്ക് അങ്ങനെയുള്ള ബോധമൊക്കെ ഉണ്ടോ? ഇത്രയും നാളും നീ പുസ്തകം തുറന്നു പോലും നോക്കിയിട്ടില്ലായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പം മാത്രം എന്താ നിനക്ക് പഠിക്കണം എന്നുള്ളൊരു ബോധോദയമൊക്കെ ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇതിലും ഭേദം അതാ അമ്മേ. അമ്മയുടെ അടുത്തിരുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് എൻ്റെ തല പെരുക്കും. അതാകുമ്പോൾ അത്രയും കുഴപ്പമില്ലല്ലോ. പിന്നെ അമ്മ അച്ഛന് ഇച്ചിരി സമാധാനം കൊടുക്കണം. അച്ഛനിപ്പം മാനസികമായിട്ട് ആകെപ്പാടെ തളർന്നിരിക്കുക. അമ്മ വെറുതെ അച്ഛനെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലണ്ട, അച്ഛനവിടെ സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും, ഓഹോ, ഇപ്പം എല്ലാവർക്കും സമാധാനക്കേട് ഉണ്ടാക്കുന്ന ഞാനാണോടി? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണോടി തെറ്റായി പോയെന്ന് തന്നെ ചോദിക്കുകയാണ് വൈജയന്തി. അപ്പം ബബിത പറയുന്നുണ്ട്, അല്ലമ്മേ, അമ്മ രോഹിയേട്ടൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഈ ഒരു അവസ്ഥയിൽ രോഹിയേട്ടനെ ഒന്ന് സമാധാനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം രോഹിയേട്ടൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഉണ്ടായ മാനക്കേടും നാണക്കേടും ഒക്കെയാണോ അമ്മ പറയുന്നത്? അതും രോഹിയേട്ടൻ്റെ മുമ്പിൽ വെച്ച്. രോഹിയേട്ടന് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാകും. ഇത്ര നാളായിട്ടും ഇവിടെ ആരും രോഹിയേട്ടനോട് അങ്ങനൊന്നും സംസാരിച്ചിട്ടില്ല. എല്ലാവരും രോഹിയേട്ടനെ ഒന്ന് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ആ സമയത്ത് അമ്മ പോയി രോഹിയേട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞ് വൈജയന്തിയെ കുറ്റപ്പെടുത്താൻ നോക്കുകയാണ് ഭാവിത. അപ്പോൾ വൈജ വിട്ടുകൊടുക്കുമോ? വൈജ പറയുന്നുണ്ട്, കൊള്ളാവല്ലോടി, നീ ഇപ്പം എന്നെ മര്യാദ പഠിപ്പിക്കാൻ തുടങ്ങിയോ? നിന്നോട് ആരാടി ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നത്? എനിക്കിപ്പോൾ മനസ്സിലായി. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നോണ്ട് എന്നെ തോൽപ്പിക്കാനാണ് നോക്കുന്നതല്ലേ. എന്നെ ഇവിടുന്ന് തുരത്താനായിട്ട് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിരിക്കുക. ഇതൊക്കെ അവളുടെ ബുദ്ധി, ആ അലീനയുടെ. അവൾ പറഞ്ഞിട്ടല്ലേടി നീ ഇപ്പം എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഒരിക്കലും ഇല്ല. ഇല്ലമ്മേ, അലീന ചേച്ചി എന്നോട് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അമ്മയുടെ ഒരു കുറ്റം പോലും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അമ്മ വെറുതെ ഇനി ഇതിൻ്റെ പേരിൽ അങ്ങോട്ടേക്ക് ചെന്ന് ചാടാൻ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ബബിത അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ആകെപ്പാടെ തകർന്ന അവസ്ഥയിൽ ഇങ്ങനെ കലിച്ചിരിക്കുകയാണ്. തൻ്റെ മക്കളെങ്കിലും തൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെയാണ് വൈജി വിചാരിച്ചിരുന്നത്. ഇപ്പം വൈജിക്ക് മനസ്സിലായി, വേറെ ആരും തൻ്റെ കൂടെ നിന്നില്ലെങ്കിലും ബബിത രോഹിത്തെങ്കിലും തൻ്റെ കൂടെ നിൽക്കുമെന്നാണ് വൈജി വിചാരിച്ചു വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ നേരെ തിരിഞ്ഞു മറിയുകയാണല്ലോ ചെയ്തത്. എല്ലാവരും കൂടി തന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് തന്നെ ആകെ ഒരു മനപ്രയാസത്തിലിരിക്കുകയാണ് വൈജയന്തി. വൈജ ചിന്തിക്കുന്നുണ്ട്, ബബിതയുടെ നിലപാട് ബബിത വ്യക്തമാക്കി കഴിഞ്ഞു. അവളിപ്പോൾ അലീന ചേച്ചി എന്ന് പറഞ്ഞാണല്ലോ അവളുടെ പിന്നാലെ നടക്കുന്നത്. ഇനി രോഹിതിൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ച് നോക്കാം, അവനിനി എന്താ പറയുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ പതിയെ സ്റ്റെപ്പ് കയറി രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് വൈജയന്തി. വൈജ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ കാണുന്നത് രോഹിത് ഇങ്ങനെ കിടക്കുന്നതാണ്. എന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ എങ്ങനെ ഉണ്ടിടാന്ന്? കുഴപ്പമില്ല, കുറച്ച് ആശ്വാസം ഉണ്ടെന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. നീ എന്തെങ്കിലും ആഹാരം കഴിച്ചോ, ഗുളിക കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വൈജ. അപ്പോൾ അതിനെല്ലാം രോഹിത് തലയാട്ടുകയും ചെയ്യുന്നുണ്ട്. വൈജ എന്നിട്ട് രോഹിത്തിൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണ്. ആ സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെന്ന്. ഓ, എന്ത് പറയാനാ, ഇനിയിപ്പം എങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമെന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ലീവ് കഴിഞ്ഞാലും ബാങ്കിലോട്ട് ഇനി എങ്ങനെ കയറി ചെല്ലും? ആകെ മൊത്തം നാണക്കേടായില്ലേ എന്നൊക്കെ ഇങ്ങനെ വൈജ പറയുമ്പോഴേക്കും രോഹിത് ഒന്നും മിണ്ടാതെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രോഹിത്തിന് നല്ല വിഷമമാവുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും. വൈജ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതേ കാര്യങ്ങൾ തന്നെ പറയുമ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, അമ്മേ, ഞാനതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. കോടതി ഞാൻ തെറ്റുകാരനല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ എന്നെ ജാമ്യത്തിൽ വിട്ടത്. പിന്നെ എന്തിനാ അമ്മ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ രോഹിത് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എടാ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും നിനക്ക് ജാമ്യം കിട്ടിയെന്നൊക്കെയുള്ളത് കുറച്ച് പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോഴും നീ കുറ്റക്കാരനാണെന്ന് തന്നെ വിചാരിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാരെല്ലാം ആ ഒരു കണ്ണോണ്ടല്ലേ കാണുന്നത്. സ്വന്തം മോനെ പെണ്ണിവിടേനായിട്ട് വളർത്തുമെന്നല്ലേ 4 ആൾക്കാർ എന്നോട് ചോദിക്കുകയുള്ളൂ. അതൊക്കെ ഓർത്ത് ഞാനാകെ ടെൻഷൻ അടിച്ചിരിക്കുക. എല്ലാവരും ഇനി ആ കണ്ണോട് കൂടി നോക്കുമ്പോഴേക്കും അവരുടെ മുമ്പിലൊക്കെ തൊലി ഉരിച്ച് നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരും എന്നൊക്കെ വൈജ പറയുന്നുണ്ട്. രോഹിത് അപ്പോഴും ഒന്നും മിണ്ടാതെ വൈജയുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ടോണ്ട് തന്നെ മിണ്ടാതെ കിടക്കുന്നുണ്ട്. എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ?
അല്ലെങ്കിൽ തന്നെ നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടടാ അവൻ്റെ കൂട്ടുകൂടി പോകരുതെന്ന്. ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ നിനക്കുണ്ടായത് അവൻ കാരണമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വീണ്ടും കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അമ്മ ഒന്ന് നിർത്ത്, കഴിഞ്ഞ പോയ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ പിന്നെ എന്നെ എന്തിനാ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ സമ്മതിച്ചു. ഈ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ശരിക്കും അനുഭവിച്ചമ്മേ. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലും ജയിലിലും കിടന്ന് അടിയും ഇടിയൊക്കെ മേടിച്ചത്. അവിടെ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നെന്നുള്ളത് അമ്മയ്ക്കറിയാവോ? ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് അമ്മ വീണ്ടും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് രോഹിത്. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാനാണെങ്കിൽ അമ്മ എന്നെ കാണാൻ വരണ്ട, അമ്മ താഴെ എങ്ങാനും പോയി ഇരുന്നോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ വയസ്സ് ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പം നിനക്ക് ഞാനിപ്പോൾ ഒരു ശല്യമായല്ലേ? എനിക്കറിയാവടാ, ഈ വീട്ടിലെ എല്ലാവരെയും അവളെന്തോ കൈവശം നിന്ന് മയപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്പം ഞാൻ സംസാരിക്കുന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്ന പോലുമില്ല. എൻ്റെ മക്കളെ പോലും അവൾ എന്നിൽ നിന്ന് അകറ്റിയല്ലോ. എൻ്റെ ദൈവമേ, ഇനി ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? ആരും എൻ്റെ വിഷമം കാണാനെന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനടുത്ത് ചോദിക്കുന്നുണ്ട്, പറയടാ, ഇപ്പം അവളായിരിക്കുമല്ലേ നിനക്കും വലുത്? അമ്മയെ പോലും ഇപ്പം നിനക്ക് വേണ്ടല്ലേ? അമ്മയെക്കാളും ഇപ്പം നിന്റെ മനസ്സിൽ സ്ഥാനം അവളോടാണല്ലേ? ഈ വീട്ടിലെ നിന്റെ അച്ഛനും ആ കൃഷ്ണയൊക്കെ അവളുടെ കൂടെ ആയിരുന്നല്ലോ. നിങ്ങൾ രണ്ട് മക്കളെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്കും ഇപ്പം എന്നെ വേണ്ട, അവളെ മതി. അവൾ പറയുന്ന നിങ്ങൾക്ക് വേദവാക്യം, അവൾ ചെയ്തു തരുന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് നല്ലത്. എനിക്കെല്ലാം മനസ്സിലായി. അവളാ എല്ലാത്തിനും കാരണം. എൻ്റെ കുടുംബം തന്നെ അവൾ നശിപ്പിച്ച് കളഞ്ഞല്ലോ. എൻ്റെ ഭർത്താവിനെ, എൻ്റെ ആങ്ങളമാരെ, എൻ്റെ അമ്മയെ, ഇപ്പം എൻ്റെ മക്കളെ പോലും അവൾ എൻ്റെ അടുത്തൊന്ന് പിരിച്ചില്ലേ? അവൾ അനുഭവിക്കും, അവളെ ഞാൻ അനുഭവിപ്പിക്കും എന്നൊക്കെ പറയുകയാണ് വൈജയന്തി. അപ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഒന്ന് താഴോട്ട് പോവുമോ? എനിക്കൊരിച്ചിരി മനസ്സമാധാനം വേണം. അമ്മയുടെ വായിൽ ഇങ്ങനത്തെ വർത്താനമേ വരുള്ളൂ. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ തന്നെ രോഹിത് ചോദിക്കുന്നുണ്ട്. അലിന ചേച്ചി എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അമ്മ അറിഞ്ഞില്ലേ? എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ വീട്ടിലുള്ള ഓരോരുത്തർക്കും വേണ്ടി ആ പാവം എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിച്ചത്. അതൊന്നും എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല അമ്മേ. അതുപോലെ തന്നെ അലിന ചേച്ചി എൻ്റെ കൂടെപ്പിറപ്പല്ലേ? എൻ്റെ അച്ഛൻ്റെ മോള് തന്നെയല്ലേ അലിന ചേച്ചി? പിന്നെന്തിനാ ഞാൻ അലിന ചേച്ചി അന്യായിട്ട് കാണണം? നേരത്തെ എനിക്കും അലീനയോട് ദേഷ്യം ഉണ്ടായിരുന്നു. അലീനോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പം എനിക്കിപ്പോൾ എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ഞാൻ വലിയൊരു തെറ്റാണല്ലോ, വലിയൊരു അപരാധമാണല്ലോ ചെയ്തു പോയെന്ന് ഓർക്കുമ്പം എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുക എന്നൊക്കെ പറയുകയാണ് രോഹിത്. അപ്പോൾ വൈജയന്തി രോഹിത് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം അലീനയെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. തൻ്റെ മക്കൾ തൻ്റെ കൈവിട്ട് പോയി എന്നൊക്കെ ഉള്ളത് വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അലീന ഇപ്പം എൻ്റെ ചേച്ചിയാണ്. അലീന ചേച്ചി ഇപ്പം എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ അച്ഛൻ്റെ മൂത്ത മോള്, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ്, ആ ഒരു സ്ഥാനം ഞാനിപ്പോൾ അലീന ചേച്ചിക്ക് കൊടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് രോഹിത്. വൈജ് പറയുന്നുണ്ട്, ശരി, എല്ലാം ഞാൻ സമ്മതിച്ചു. എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛൻ എന്നെ ചതിക്കല്ലായിരുന്നോടാ. അയാൾക്ക് ഇതുപോലൊരു അവിഹിത സന്തതി ഉണ്ടെന്നുള്ള കാര്യം അയാൾ ആരോടെങ്കിലും പറഞ്ഞോ? ഇങ്ങനൊരു ബന്ധം അയാൾക്ക് ഉണ്ടെന്നുള്ളതെങ്കിലും അയാൾ ആരോടെങ്കിലും സൂചിപ്പിച്ചോ? ഇത്രയും നാളും നമ്മളെല്ലാം അയാൾ ചതിക്കല്ലായിരുന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അമ്മേ, അത് 23 വർഷം മുമ്പ് നടന്ന സംഭവമല്ലേ അമ്മേ? അതൊക്കെ ആരോട് പറയാനാ? അതൊക്കെ കഴിഞ്ഞു പോയി. ഇനി അതിൻ്റെ പേരും പറഞ്ഞ് അച്ഛനുമായിട്ട് അമ്മ തല്ലുകൂടാൻ നിൽക്കേണ്ട. ഈ സമയത്ത് അച്ഛനും അമ്മയും സംഭവിച്ചു പോയ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നിൽക്കുക ചെയ്യേണ്ടത്. അച്ഛനും അമ്മയും വാശിയും വൈരാഗ്യം ഒക്കെ മാറ്റിവെച്ച് ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കുക ചെയ്യേണ്ടത്. അമ്മയ്ക്ക് അമ്മയുടെ വാശിയാണ് വലുത് അതോ ഞങ്ങളാണോ വലുതെന്ന് ചോദിക്കുകയാണ് രോഹിത്. ഇനിയെങ്കിലും അമ്മയ്ക്ക് ആ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അച്ഛൻ്റെ കൂടെ സമാധാനത്തോടെ ജീവിച്ചൂടെ? ഇത്രയും കാലങ്ങൾക്കിടയിൽ അമ്മ എപ്പോഴെങ്കിലും ഞങ്ങളെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ ആവശ്യങ്ങൾ നടക്കണം. അമ്മയുടെ സ്വാർത്ഥത, അമ്മയുടെ ജോലി, അമ്മയുടെ കാര്യങ്ങൾ, അമ്മയുടെ തീരുമാനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നതും. ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ ഞങ്ങളുടെ തീരുമാനങ്ങൾക്കോ എന്തെങ്കിലും ഒരു വില അമ്മ തന്നിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഞങ്ങളെ ഒന്ന് സ്നേഹിക്കാനെങ്കിലും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ വാശി ജയിക്കണമായിരുന്നു. സ്നേഹം ഉണ്ടെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതൊന്നും അമ്മയുടെ പ്രവർത്തികളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രകടമായിട്ടില്ലെന്നും പറയുകയാണ് രോഹിത്. വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല, എനിക്കിനി നിങ്ങളോട് ഒന്നും മിണ്ടാനില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായി. ബബിതയുടെ നിലപാട് എന്തായാലും പറഞ്ഞു കഴിഞ്ഞു. നിനക്കെങ്കിലും എന്നോട് ഒരു ഇച്ചിരി സ്നേഹം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി, അവൾ നിങ്ങളെ എല്ലാവരെയും പറഞ്ഞ് മയക്കി വെച്ചിരിക്കുക. ആരാടാ നിന്നോട് ഇങ്ങനെയൊക്കെ ആരാടാ പറഞ്ഞു തന്നത്? നിന്റെ അച്ഛനും കൂടി ചേർന്നാണോടാ ഇങ്ങനെയുള്ള വിഷമൊക്കെ നിന്റെ മനസ്സിൽ കുത്തിവെക്കാൻ നോക്കിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട്, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മ എന്തൊക്കെ അനാവശ്യങ്ങളായി പറയുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും എന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനായിട്ട് കാത്തിരിക്കുകയല്ലായിരുന്നോ നിങ്ങളെല്ലാവരും? എൻ്റെ കൂടെ നിന്ന് എൻ്റെ മക്കളെ പോലും എന്നിൽ നിന്ന് അകറ്റി. ഇനി എന്തിനാ ഞാനിവിടെ നിൽക്കുന്നേ? ഇനി ഈ വീട്ടിൽ വൈജയ്ക്ക് സ്ഥാനമില്ലെന്നുള്ളത് മനസ്സിലായി. അല്ലെങ്കിൽ ഇത് എൻ്റെ വീടല്ലല്ലോ, ഇപ്പം അലീനയുടെ വീടല്ലേ. അവക്കല്ലേ ഇപ്പം ഈ വീട്ടിലുള്ള എല്ലാ അധികാരങ്ങളും. അവളാണല്ലോ ഈ വീട്ടിലെ കാര്യസ്ഥ. അപ്പോൾ പിന്നെ അവൾ പറയുന്നൊക്കെയല്ലേ നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വൈജ ദേഷ്യപ്പെട്ട് തന്നെ പറയുന്നുണ്ട്. രോഹിത് പറയുന്നുണ്ട്, അമ്മയോട് എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ.
ഞാനിപ്പോഴും ജയിലിൽ തന്നെ കിടക്കേണ്ടതായിരുന്നു ഹരിയുടെ കൂടെ. അലീന ചേച്ചി എന്നിട്ടും ശരണ്യയുടെ വീട്ടിൽ പോയി അവളോട് സംസാരിച്ചു. അലീന ചേച്ചിയുടെ സ്നേഹം ആത്മാർത്ഥ സ്നേഹമാണെന്ന് അവൾ മനസ്സിലാക്കിയോണ്ടല്ലേ അലീന ചേച്ചിയോട് അവൾ സത്യം പറഞ്ഞത്. ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ലെന്നും ആ സമുദായക്കാരുടെയും പാർട്ടിക്കാരുടെയും അതുപോലെ അവളുടെ വീട്ടുകാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവളെ 4 പേരെ ഉപദ്രവിച്ച് നമ്മൾ പോലീസിന് മൊഴി കൊടുത്തത്. എന്നിട്ട് അലീന ചേച്ചി കൊടുത്ത ധൈര്യം കൊണ്ടല്ലേ അവൾ കോടതിയിൽ സത്യം വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞാൻ തെറ്റുകാരനല്ലെന്നും പറഞ്ഞ് കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചതുമൊക്കെ. അല്ലെങ്കിൽ ഞാൻ ആ ജയിലിൽ കിടന്ന് മരിച്ചു പോയേനെ. ഇപ്പം ഞാനിങ്ങനെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം തന്നെ അലീന ചേച്ചിയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ രോഹിത്ത്. അതൊന്നും കേട്ടിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ വൈജയന്തിക്ക് ദഹിക്കുന്നില്ല. വൈജയന്തി പറയുന്നുണ്ട്, ഓഹോ ആര് പറഞ്ഞടാ നിന്നോട് ഇങ്ങനെയൊക്കെ? അവൾ അവിടെ ചെന്ന് പറഞ്ഞുകൊണ്ടാണോ അവൾ മൊഴി മാറ്റി പറഞ്ഞത്? അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാ. സ്വന്തം ജീവന് പോലും ഭീഷണിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അന്ന് ആ കോളനിയിലേക്ക് അലീന ചേച്ചി പോയത്. എന്നിട്ടും സത്യം പുറത്തു വരും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അലീന ചേച്ചി അവിടെ പോയതും അവളോട് സംസാരിച്ചതും അവളെ കണ്ടതും അവൾക്ക് ധൈര്യം പകർന്നതും ഒക്കെ. അതിനൊക്കെ അലീന ചേച്ചിയോട് ഞാൻ നന്ദിയാ പറയേണ്ടത്. എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ട് വന്നത് അലീന ചേച്ചിയാ. ആ അലീന ചേച്ചിയെ വെറുക്കാൻ എനിക്കാവില്ല. ഇതിനോടകം ഞാൻ ഒരുപാട് തെറ്റുകൾ അലീന ചേച്ചിയോട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഞാനിപ്പോൾ അലീന ചേച്ചിയോട് പോരും. അതിനൊക്കെ ഇപ്പം ഞാൻ അലീന ചേച്ചിയോട് മാപ്പ് ചോദിക്കാൻ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കൊള്ളാവടാ, എല്ലാവരും കൂടെ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിന്റെ മനസ്സിനെ മാറ്റി വെച്ചിരിക്കുകയാണല്ലേ. ആ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നിനക്കറിയാവോ? എത്ര അമ്പലങ്ങളിൽ ഞാൻ വഴിപാട് നേർന്നിട്ടുണ്ടെന്ന് അറിയാവോ? നീ തെറ്റുകാരനല്ലെന്നും നീ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെയുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന അത്രയും അമ്പലങ്ങളിലേക്കും വഴിപാട് നേർന്നു. എന്തൊക്കെ നേർച്ചകളാണ് ഞാൻ നേർന്നേക്കുന്നതെന്ന് അറിയാവോ? ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ മനസ്സ് മാറി നീ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞത്. എന്നിട്ട് അവൾ കാരണമാ നീ രക്ഷപ്പെട്ടെന്നുള്ളൊരു ക്രെഡിറ്റ് അവൾക്ക് വേണമായിരിക്കും. അതിനു വേണ്ടിയിട്ടായിരിക്കും അവൾ ഇങ്ങനെ നിരന്തരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ തന്നെ വൈജയന്തി ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് എല്ലാത്തിനും കാരണം അവളാണെന്ന്. അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സ് മാറിയില്ലേ? അത് തന്നെയായിരുന്നു അവളുടെ ആവശ്യം. ഇനി അഥവാ അവളുടെ സഹായം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടതെങ്കിൽ അങ്ങനെ നീ രക്ഷപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിലും ഭേദം നീ ജയിലിൽ തന്നെ കിടക്കുന്നതായിരുന്നു നല്ലതെന്നൊക്കെ പറയുകയാണ് വൈജയന്തി കേട്ടോ. അത് കേട്ടിട്ട് രോഹിത്തിനാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും പിന്നെ മറുത്തൊന്നും പറയാൻ നിൽക്കുന്നില്ല രോഹിത്ത്. വീണ്ടും വൈജയന്തി ആവർത്തിച്ച് ഇങ്ങനെ പറയുമ്പോഴേക്കും രോഹിത് ചോദിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ പുറത്തിറങ്ങിയതാണോ അമ്മയ്ക്ക് കുഴപ്പമായത്? ഞാൻ ജയിലിൽ കിടന്നങ്ങ് ചത്തൊടുങ്ങിയാൽ മതിയായിരുന്നു അല്ലേ? അപ്പം അമ്മയ്ക്ക് സമാധാനമായേനെ. ഇപ്പം ആരുടെയൊക്കെ സഹായം കൊണ്ട് ഞാൻ പുറത്തെത്തി. അതാണ് അമ്മയ്ക്ക് ഇപ്പം ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ എന്തിനാടാ എന്ത് പറഞ്ഞാലും എന്നെ ഇങ്ങനെ കുറ്റക്കാരെ ആക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? അവളുടെ സഹായം കൊണ്ടാണ് നിനക്ക് ജാമ്യം കിട്ടിയെന്ന് നീ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവളുടെ ഒരു സഹായവും നമുക്ക് ആവശ്യമില്ല. അതിന്റെ പേരും പറഞ്ഞ് അവൾ നിങ്ങളെയൊക്കെ ഇപ്പൊ തന്നെ വശപ്പെടുത്തിയ കണ്ടില്ലേ? അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞെന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് അമ്മയുടെ മനസ്സിലെ കുശുമ്പ, അമ്മയുടെ മനസ്സിലെ അസൂയ. സ്വന്തം ഭർത്താവും മക്കളും ഒക്കെ എങ്ങനെയായി പോയാലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് അപ്പോഴും അവളുടെ മുമ്പിൽ ജയിച്ചു തന്നെ നിൽക്കണം. അമ്മയുടെ വാശി ജയിക്കണം. അത് മാത്രമേ ഉള്ളൂ. അതാ അമ്മയുടെ ആറ്റിറ്റ്യൂഡ്. അമ്മയുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ഇപ്പം ഞങ്ങളിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ കാര്യങ്ങൾ തന്നെയാണ് വലുത്. മറ്റാരെ കുറിച്ചും അമ്മ ഒന്നും ചിന്തിക്കാറില്ല. അമ്മ പറയുന്ന ഓരോ വാക്കും അത് മറ്റുള്ളവർക്ക് എത്രത്തോളം വിഷമാക്കുമെന്ന് പോലും അമ്മ ചിന്തിക്കാറില്ല. എല്ലാത്തിൻ്റെയും എല്ലാ ക്രെഡിറ്റും അമ്മയ്ക്ക് തന്നെ വേണം. എല്ലാം അമ്മയുടെ കൈകളിൽ കൂടി വന്ന് പോകണം. അമ്മ വേണം എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കാൻ. അതൊക്കെയല്ലേ അമ്മയുടെ ആഗ്രഹം. അല്ലാതെ സ്വന്തം മക്കളുടെ ജീവിതം എങ്ങനെ പോയാലും അമ്മയ്ക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി സ്വസ്ഥതയോടുകൂടി ഇവിടെ കിടക്കണം. അമ്മയൊന്ന് ഇറങ്ങി പോവോ എന്ന് തന്നെ ചോദിക്കുകയാണ് വൈജയന്തിയോട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നിനക്കൊക്കെ ഞാനിപ്പോൾ ശല്യമായല്ലേ, ഞാൻ കാണിച്ചു തരാം. എന്നെ തോപ്പിക്കാൻ അങ്ങനെ ആരും കരുതണ്ട. എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയൊക്കെ വശപ്പെടുത്തി വെച്ചിരിക്കുന്ന അവക്കിട്ട് ഞാൻ നല്ല പണി കൊടുക്കും. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. ഇല്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്ന് ആയിരിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് വൈജ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും. എത്ര കണ്ടാലും എത്ര കൊണ്ടാലും പഠിക്കുകയില്ല എന്നുള്ളൊരവസ്ഥയാണ് വൈജയന്തിയുടേത്. രോഹിത്തിനാണെങ്കിലും വൈജയന്തിയുടെ ശരിക്കുള്ള സ്വഭാവമൊക്കെ ആ സമയത്ത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. തൻ്റെ കാര്യങ്ങളൊക്കെ താൻ വിചാരിക്കുന്ന പോലെ നടക്കണം. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് വൈജയന്തി. അല്ലാതെ സ്വന്തം മക്കളുടെ ജീവിതം എങ്ങനെ പോയാലും അതിലൊന്നും ഒരു സങ്കടവും അമ്മയ്ക്കില്ലെന്നൊക്കെ നമ്മുടെ രോഹിത്ത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വൈജ രോഹിത്തിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോകാനായിട്ട് ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. അപ്പോൾ പതിയെ സ്റ്റെപ്പ് പിടിച്ച് വേണമല്ലോ ഇറങ്ങി പോകാനായിട്ട്. കാലൊന്ന് സ്ലിപ്പായ പണി കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ പതിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് അലീന താഴെ നിന്ന് രോഹിത്തിന് കുടിക്കാനുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി വരുന്നത്. അലീന കയറി വരുന്ന കാണുമ്പോഴേക്കും തന്നെ വൈജയന്തിക്ക് ആകെ അങ്ങ് ദേഷ്യം വരിക കേട്ടോ. വൈജയന്തി ഇങ്ങനെയൊക്കെ അടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. രോഹിത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും വൈജയന്തിയുടെ മനസ്സിൽ കിടക്കുമ്പോഴേക്കും അലീനയെ കാണുമ്പോൾ തന്നെ വൈജയന്തിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്നാൽ വൈജയന്തി അവിടെ നിൽക്കുന്നത് കണ്ടിട്ടും വൈജയെ കണ്ട ഭാവം പോലും നടിക്കാതെയാണ് രോഹിത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നത് അലീന. എന്നിട്ട് രോഹിത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഭക്ഷണം കഴിക്കണ്ടേ? ദേ നല്ല ചൂട് ചോറും നിനക്ക് ഇഷ്ടപ്പെട്ട കറികളുമുണ്ട്. വയറ് നിറച്ച ആഹാരം കഴിക്കണം. എന്നിട്ട് ഗുളികയും കഴിക്കണം.
എങ്കിലേ ഈ ക്ഷീണമൊക്കെ മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന ആ ചോറും കറിയൊക്കെ വിളമ്പി കൊടുക്കുകയാണ് രോഹിത്തിന്. എന്നിട്ട് അലീന രോഹിത്തിന് ചോറിലേക്ക് കുറച്ച് കറിയൊക്കെ ഒഴിച്ചിട്ട് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയും കൂടെ തീർക്കാനുണ്ട്. മോൻ ആഹാരം കഴിച്ചിട്ട് പ്ലേറ്റ് ഇവിടെ തന്നെ വെച്ചാൽ മതി, ചേച്ചി ഒന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കോളാം. എന്തായാലും ആഹാരം കഴിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ മുകളിലേക്ക് കയറി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അലീന അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിച്ചോളാം എന്നൊക്കെ രോഹിത്തും പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ അലീന അവിടുന്ന് താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പതിയെ പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന വൈജന്തി കണ്ടുകൊണ്ട് തന്നെ അലീന ചോദിക്കുന്നുണ്ട്, മേഡം സഹായിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും, വേണ്ടടി, എനിക്ക് നിന്റെ ഒന്നും ഒരു സഹായവും വേണ്ട. നീ സഹായിച്ചിടത്തോളം മതി. എൻ്റെ ഭർത്താവിനെയും ആങ്ങളമാരെയും അമ്മയും എൻ്റെ മക്കളെ പോലും നീ എന്നിൽ നിന്ന് അകറ്റില്ലേടി. ഇതിൽ കൂടുതൽ ഇനി എന്ത് സഹായമാണ് നീ ചെയ്യാനുള്ളത്? നിന്റെ സഹായമൊക്കെ മതി. ഇതിൽ കൂടുതൽ ഇനി നീ സഹായിക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ വൈജന്തി ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, മേഡം ഞാൻ എന്ത് തെറ്റാ മേഡം ചെയ്തത്? ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. മേഡം കരുതുന്ന പോലെയും അല്ല. ഞാൻ മേഡത്തിൻ്റെ ആങ്ങളമാരെയും ഭർത്താവിനെയും അമ്മയും മക്കളെയും ഒന്നും കൈവശപ്പെടുത്തി എടുക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ അവർക്കൊക്കെ ആത്മാർത്ഥമായ സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നത്. അത് മേഡം തെറ്റായിട്ട് കാണേണ്ട ആവശ്യവുമില്ല. എന്നെ ആരും തെറ്റായ രീതിയിലല്ല കാണുന്നത്. ഞാൻ ആരെയും അങ്ങനൊരു ഉദ്ദേശത്തോടെയല്ല നോക്കുന്നതും. ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഒക്കെ ഇവരെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഞാനും അവരെ കാണുന്നത്. ബാലചന്ദ്രൻ സാർ എൻ്റെ സ്വന്തം അച്ഛൻ, അതുപോലെ മേഡം എൻ്റെ സ്വന്തം അമ്മ, ഇവരൊക്കെ എൻ്റെ കൂടപ്പിറപ്പുകൾ, അങ്ങനെ ഞാൻ കാണുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, നിർത്തിക്കോണം. ഈ വക സംസാരങ്ങളൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഈ വക തോന്നിയാസങ്ങളുമായിട്ട് നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരരുത്. അവളുടെ ഒരു അച്ഛനും അമ്മയും. ആരടി നിന്റെ അച്ഛൻ? ആരടി നിന്റെ അമ്മ? എവിടെ ഒരു തെരുവേശിക്കുണ്ടായവള് ബന്ധവും പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു. നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാ. നിവർത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതും എൻ്റെ ആങ്ങളമാരെന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിട്ടുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ വാടകയ്ക്കെടുത്ത് വീട്ടിലേക്ക് ഞാൻ പോവുള്ളായിരുന്നു. എൻ്റെ കൂടെ വരാനിരുന്നവരായിരുന്നു ബബിതയും രോഹിത്തും ഒക്കെ. അവരെ പോലും നീ പറഞ്ഞ് മയക്കി എടുത്തില്ലേടി. ഇനി കൂടുതൽ നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇതിൽ കൂടുതൽ നീ ഒന്നും പറയാൻ നിൽക്കണ്ട. നിന്റെ സഹായമൊക്കെ മതി. അലീന പറയുന്നുണ്ട്, മേഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആരെയും ഒന്നും കൊടുത്ത് കൈവശപ്പെടുത്തിയിട്ടുമില്ല. രോഹിത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പം അവനെ ഒന്ന് സഹായിക്കണം തോന്നി. അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം തോന്നി. അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ആരിൽ നിന്നും ഞാൻ പിരിക്കാൻ നോക്കിയിട്ടില്ല എന്ന് തന്നെ അലീന പറയുന്നുണ്ട്. എൻ്റെ കൂടപ്പിറപ്പുകളാവര്. അവർക്കൊരു ആപത്ത് വരുമ്പം ഞാൻ അല്ലാതെ പിന്നെ വേറെ ആരാ അവരെ സഹായിക്കുക? അവർക്ക് വേണ്ടി എന്നെ കൊണ്ട് പറ്റും പോലെ എന്തും ഞാൻ ചെയ്യും. അതിന് ആരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ തന്നെ അലീന പറയുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, കൂടപ്പിറപ്പുകളോ? ഏത് വകയില്? ആരുടെ നിന്റെ കൂടപ്പിറപ്പുകൾ? അവരെ ഞാനാ പ്രസവിച്ചത്. അവരെ എൻ്റെ വയറ്റിൽ വളർന്ന മക്കളാ. അതുകൊണ്ട് അവരെ കൂടപ്പിറപ്പാന്നും പറഞ്ഞ് നീ കൂടെ കൂട്ടാൻ നോക്കണ്ടടി എന്നൊക്കെ പറയുകയാണ് വൈജ. എങ്ങോ കിടന്നൊരു പിഴച്ച സ്ത്രീ പ്രസവിച്ചല്ലേടി നിന്നെ. നീ എങ്ങനെയാടി എൻ്റെ മക്കളുടെ കൂടപ്പിറപ്പാകുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജ ഭയങ്കര മോശമായിട്ട് തന്നെ അലീനോട് സംസാരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ബബിതയും രോഹിത്തും കൃഷ്ണമോളും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വൈജയുടെ മനസ്സിലിങ്ങനെ വരികയാണ്. ആ ദേഷ്യം മുഴുവൻ തന്നെ വൈജ അലീനയോട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, മേഡം എന്തൊക്കെയായി പറയുന്നത്? മേഡം ഇങ്ങനൊന്നും പറയരുത്. എൻ്റെ അമ്മ ഒരു പിഴച്ച സ്ത്രീ അല്ല. നിങ്ങളെപ്പോലെ തന്നെ അവരും നല്ലൊരു സ്ത്രീ ആയിരിക്കണം. ഇപ്പം മേഡം എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അതിൻ്റെ ഒരാവശ്യവുമില്ല. മേഡത്തിന് ഞാൻ സഹായിക്കണ്ടെങ്കിൽ മേഡം അത് പറഞ്ഞാൽ പോരെ. എനിക്ക് കിച്ചണിൽ ഒരുപാട് പണിയുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പൊയ്ക്കോളാം. മേഡം തന്നെ താഴേക്ക് ഇറങ്ങി പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടുന്ന് പോകാൻ നോക്കുകയാണ്. അലീന താഴോട്ട് ഇറങ്ങി പോകാൻ നോക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, കണ്ടോ, അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളുടെ തള്ളയെ പിഴച്ചവളെന്ന് വിളിച്ചപ്പോഴേ അവൾക്കത് കൊണ്ടു. അതുകൊണ്ടല്ലേടി നീ ഈ വക സ്വഭാവം ഇവിടെ കാണിക്കുന്നത്? എൻ്റെ വീട്ടിൽ അതൊന്നും നടക്കുകയില്ല. നിന്നെ എങ്ങനെ പുറത്താക്കണം എന്നൊക്കെ ഉള്ളത് എനിക്കറിയാവിടെ. ഇവിടെ സ്ഥിരമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമെന്നൊന്നും നീ ആഗ്രഹിക്കണ്ട. നിന്നെ ഞാൻ അങ്ങനെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല. അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജിങ്ങനെ പെറുപുറത്തോണ്ടിരിക്കുമ്പോഴേക്കും അലീന ഇതെല്ലാം കേട്ടോണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അലീന തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, മേഡം ഞാൻ എല്ലാം ക്ഷമിച്ച് മിണ്ടാതെ പോയതാണ്. മേഡം ഇനി ഇങ്ങനെ പറയരുത്. മേഡം ഇനി ഇതുപോലുള്ള അനാവശ്യങ്ങൾ പറയരുത്. ചിലപ്പോൾ ഞാൻ പ്രതികരിച്ചു പോകും എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ എന്നാ ഇവിടെ? നീ എന്തോന്ന് പറയും? ഓഹോ, അപ്പം നിനക്ക് കൊണ്ടുവല്ലേ? നീ എന്നോ ചെയ്യും? നീ എന്നെ പിടിച്ച് വിഴുങ്ങുവോ? അതോ നീ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുവോ? എന്നാ ചെയ്യാൻ പറ്റും നിനക്ക്? വേറെ ഒരു വേലക്കാരിയായിട്ട് എൻ്റെ വീട്ടിൽ കടന്നു ഓടിയിട്ട് ഇപ്പം ഈ വീട്ടിലെ മൊത്തം അധികാരവും ഈ വീട്ടിലെ മൊത്തം അധികാരവും നിനക്ക് വേണം അല്ലേടി? നിന്നെ ഞാനങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജ വീണ്ടും അതേ ടോണിൽ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അലീന പറയുന്നുണ്ട്, മേഡം പ്ലീസ് നിർത്ത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീയും നിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും കണക്കാ. നിങ്ങളൊക്കെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് തന്നെ ഇതുപോലുള്ള ഓരോ വീട്ടിലും കയറി കൂടിയേക്കുന്നത്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അലീന ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, മേഡം നിർത്ത്, മതി, ഇനി ഇങ്ങനെ അനാവശ്യങ്ങൾ പറയരുത്. എന്നെ എന്ത് വേണമെങ്കിലും മേഡത്തിന് പറയാം, പക്ഷെ എൻ്റെ കൂടെ ഉള്ളവരെ പറയാൻ മേഡത്തിന് ഒരു അധികാരവും ഇല്ല.
അവരെയൊക്കെ ഇങ്ങനെ പറയാൻ മേഡത്തിന് ഒരു യോഗ്യതയുമില്ല. ആരാണ് പിഴച്ച് പ്രസവിച്ചതെന്നും ആരാണ് ഇതുപോലുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടന്നെന്നൊക്കെയുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം മേഡം. അതുകൊണ്ട് മേഡം കൂടുതൽ പുണ്യാളത്തിയൊന്നും ആകാൻ നോക്കണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താടി നീ ഉദ്ദേശിച്ചത്? ആരാടി ഇവിടെ പിഴച്ച് പ്രസവിച്ചത്? നീ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞേ? എന്നോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എന്ത് ധൈര്യമാടി ഉള്ളേ എന്നും ചോദിച്ചുകൊണ്ട് തന്നെ അലീനെ തല്ലാനായിട്ട് വൈജ കൈ ഒങ്ങുന്നുണ്ട്. ആ സമയത്ത് അലീന വൈജയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്നെ തല്ലാനുള്ള ഒരു യോഗ്യതയും മേഡത്തിനില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ മേഡം ഇപ്പം എന്നെ തല്ലാൻ ഒരുങ്ങുന്നത്? മേഡം പറഞ്ഞതിനുള്ള മറുപടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെ എന്ത് വേണമെങ്കിലും മേഡത്തിന് പറയാം. കാരണം ഈ വീട്ടിൽ ജോലിക്കായിട്ട് വന്നവളാണ് ഞാൻ. അതുകൊണ്ട് മേഡം എന്ത് പറഞ്ഞാലും ഞാൻ അത് കേൾക്കും. പക്ഷെ എൻ്റെ കൂടെയുള്ളവരെ പറയാൻ മേഡത്തിന് ആരും അധികാരം തന്നിട്ടില്ല. അവരെക്കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചാൽ ഞാനും മോശമായിട്ട് തന്നെ തിരിച്ച് സംസാരിക്കും. അവരൊക്കെ എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവരാ. അവരെക്കുറിച്ച് മോശമായിട്ട് ആര് സംസാരിച്ചാലും ഞാൻ അതിനെ അംഗീകരിച്ച് കൊടുക്കില്ല എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് വൈജയ്ക്ക് ദേഷ്യം അറിയാണ് കേട്ടോ. വൈജ പറയുന്നുണ്ട്, അങ്ങനെ കാണിച്ച് നടക്കുന്നതിന് കുഴപ്പമില്ല, പറയുന്നതാണോടി കുഴപ്പം? നിന്റെ അതേ സ്വഭാവം തന്നെ ആയിരിക്കുകയല്ലോ അവർക്കും. അവരും അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിച്ചിട്ടുണ്ടാവുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എൻ്റെ അതേ സ്വഭാവം തന്നെയാണ് അവർക്ക്. അവരും അതുകൊണ്ട് നല്ല മാന്യമായിട്ട് തന്നെയാണ് ജീവിച്ചത്. മാന്യതയില്ലാതെ ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചത് ആരാന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് അറിയാം മേഡം. അതുകൊണ്ട് മേഡം കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. പറഞ്ഞാൽ മേഡം തന്നെയായിരിക്കും ഇവിടെ ചിരിഞ്ഞ് നാറാൻ പോകുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലേക്ക് കൂടുതൽ കടക്കാതിരിക്കുന്ന നല്ലതെന്നൊക്കെ അലീന പറയുമ്പോഴേക്കും വൈജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. വൈജ എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവൾ ഇത് എന്ത് ഉദ്ദേശിച്ചാ ഇങ്ങനെ പറയുന്നതെന്ന്. നീ എന്തുവാടി ഈ പറയുന്നത്? നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അതെന്നോട് തുറന്നു ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ മുള്ളും മനയും വെച്ച് സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ എന്ത് മാന്യതക്കേടാ കാണിച്ചത്? നീ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് വരെ എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ ഞാൻ നല്ല മാന്യമായിട്ടും അന്തസ്സായിട്ടും തന്നെയാണ് ജീവിച്ചത്. നീ എന്ത് ഇങ്ങോട്ടേക്ക് വന്നോ അന്ന് തൊട്ട് തുടങ്ങിയതാ ഈ വീടിൻ്റെ നാശം. അന്ന് തൊട്ട് ആ മാന്യതയൊക്കെ പോയി തുടങ്ങിയത്. ഇപ്പം എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇപ്പം എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഭർത്താവ് ഒരു തരം. ഇപ്പം എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഭർത്താവും മക്കളും എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് ഞാൻ ഒരു അനാഥയെപ്പോലെയല്ലേ ഇപ്പം ഇവിടെ നിൽക്കുന്നത്. ആർക്കും ഇപ്പം എന്നോട് ഒരു താല്പര്യവും ഇല്ല. അവർക്ക് അമ്മയെ പോലും വേണ്ടെന്നുള്ളൊരവസ്ഥയായി. എല്ലാത്തിനും കാരണം നീയല്ലേ. നീ ഈ വീട്ടിൽ വന്നുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണ് നിന്നെ കാണുന്ന പോലും എനിക്ക് വെറുപ്പാന്ന് ഞാൻ പറഞ്ഞത്. നീയുള്ള വീട്ടിൽ നിൽക്കില്ലെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും എൻ്റെ ആങ്ങളമാരെല്ലാവരും കൂടെ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തള്ളി. ഇതൊക്കെ കാണാനും കേൾക്കാനും ആണല്ലോ അവരെന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തള്ളിയത്. ഞാൻ എത്ര തവണ പറഞ്ഞതാ, എൻ്റെ വാക്കിന് ആരും ഒരു വില തന്നില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അലീനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, നീ നോക്കിയിരുന്നോ, അധിക കാലമൊന്നും ഇങ്ങനെ ഈ കുടുംബം മുന്നോട്ട് പോവില്ല. അതിനുള്ളിൽ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിൽ ഒരാൾ മാത്രമേ ഈ വീട്ടിൽ നിൽക്കുകയുള്ളൂ. അതിനി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതിന് ഞാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ഇതിനെ ഒരു അവസാനം കണ്ടിട്ടേ ഞാൻ ഇനി അടങ്ങിയിരിക്കുകയുള്ളൂ എന്നൊക്കെ വൈജയന്തി പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മേഡം അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണെങ്കിൽ ഞാനും പറയാം. അങ്ങനെ മേഡം എന്നെ തോപ്പിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിലേ ഇവിടെ ജയിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് മേഡത്തിൻ്റെ വാശിയൊക്കെ കളഞ്ഞിട്ട് ഇപ്പം അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന തന്നെയാണ് നല്ലത്. മേഡത്തിൻ്റെ മക്കളുടെ മുമ്പിലെങ്കിലും മേഡത്തിൻ്റെ വില ഇടിയാതിരിക്കും. സ്വന്തം അമ്മ ഒരു പഴിച്ച സ്ത്രീയാണെന്ന് മക്കൾ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും വൈജ ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. എന്താടി നീ പറഞ്ഞത്? എന്നെക്കുറിച്ച് എന്താ അനാവശ്യമായിട്ട് നീ പറഞ്ഞുണ്ടാക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മേഡം തന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മതി. മേഡം തന്നെ ഒരു ആത്മപരിശോധന നടത്തുന്നതാണ് നല്ലത്. ഞാൻ എത്രത്തോളം നല്ലതാണെന്നുള്ളത് ഞാൻ തന്നെ ഇരുന്ന് സ്വയം ആലോചിക്കുന്നതല്ലേ നല്ലത്. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാൽ മതി. അതുകൊണ്ട് മേഡം ഇനി എൻ്റെ അടുത്ത് ഇതുപോലുള്ള സംസാരമായിട്ട് വരാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. ഇപ്പോഴുള്ള ഈ ഒരു ഇമേജ് എങ്കിലും നഷ്ടമാകാതിരിക്കും. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് അച്ഛനുമായിട്ട് ഒരു യുദ്ധത്തിന് ചെന്ന് വെറുതെ അച്ഛൻ്റെ മുമ്പിൽ നാറാൻ നിൽക്കണ്ട. സ്വന്തം തെറ്റുകളൊക്കെ മനസ്സിലാക്കി മാനം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന തന്നെയാണ് മേഡം നല്ലത്. മേഡം തന്നെ ഇരുന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ശത്രുവായിട്ട് കണ്ടവരൊക്കെ ഇപ്പോൾ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിനൊരു തക്കതായ കാരണം ഉണ്ടായിരിക്കുമല്ലോ. മേഡത്തിൻ്റെ ആങ്ങളമാരും അമ്മയും അതുപോലെ ഭർത്താവും മക്കളും എല്ലാവരും എന്നോട് ഇപ്പോൾ സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നത്. അങ്ങനെ അവരെ മാറി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണമാണ് മേഡം കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ പേരും പറഞ്ഞ് എന്നോട് ഇങ്ങനെ തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിൻ്റെ പേരിൽ ഇനി എത്ര വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അച്ഛൻ ഒരിക്കലും എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ പേരും പറഞ്ഞ് മേഡം ഇനി എന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അലീന അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇനി എൻ്റെ ആഗ്രഹ ചരിത്രങ്ങളൊക്കെ ഇവർക്ക് അറിയാവോ? അറിയാമെങ്കിൽ തന്നെ അതെങ്ങനെ അവൾ അറിഞ്ഞു? അതുപോലെ തന്നെ എൻ്റെ ആങ്ങളമാരും ഭർത്താവും അമ്മയും മക്കളും എല്ലാം ഇപ്പോൾ ഇവളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയുള്ള പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് തന്നെ വൈജയന്തി ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണം? ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും? ഇവരുടെയൊക്കെ മുമ്പിൽ നാണം കെട്ടി ജീവിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ വൈജയന്തി വിഷമിച്ച് റൂമിലോട്ട് കയറി ചെല്ലുകയും ചെയ്യുന്നുണ്ട്.
ശരിക്കും വൈജയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടമാണ് കേട്ടോ. കാരണം സ്വന്തം അമ്മേനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന കാണുമ്പോഴേക്കും ആ ഒരു ദേഷ്യവും സങ്കടവും കാരണമാണ് വൈജി ഇങ്ങനെയൊക്കെ തന്നോട് പെരുമാറുന്നത് എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ചില സമയത്ത് വൈജയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേക്കും അലീനയുടെ പിടി വിട്ട് പോകുന്നതുകൊണ്ടാണ് അലീന ചെറിയ ഡോസൊക്കെ കൊടുക്കുന്നത്. എന്തായാലും പറഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് അലീനയും വിഷമിക്കുന്നുണ്ട്. സ്വന്തം അമ്മയോട് തന്നെയാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് തന്നെ വിഷമിച്ച് കിച്ചണിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട് അലീന. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്